ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമുക്ക് ക്ഷേമ പെൻഷൻസ്, വീട്ടിൽ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡിൻ്റെ ആനുകൂല്യമായിക്കോട്ടെ, സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിക്കോട്ടെ, ഇനി നമ്മളുടെ മുൻപിലുള്ളത് കേവലം 20ഓളം ദിവസങ്ങൾ മാത്രമാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടക്കേണ്ട ബയോമെട്രിക് മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ 20 ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ആധാരമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ചെയ്യാം. കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട. വയ്യായികയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് അസ്വസ്ഥത ആയിക്കോട്ടെ അത് തീർച്ചയായിട്ടും നമ്മുടെ വാർഡ് മെമ്പറോടോ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ, നമ്മുടെ പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടെ, കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ കൃത്യമായിട്ട് അറിയിക്കുക. അവിടെ നിന്നും കൃത്യമായിട്ട് ഇൻഫർമേഷൻ അക്ഷയ കേന്ദ്രങ്ങൾക്ക് പാസ് ചെയ്യും, അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലും വിളിച്ചറിയിക്കുക. നമ്മളുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇവയെല്ലാം കൊടുക്കുകയും ചെയ്യുക. ഈ 20 ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ നിന്നും പ്രതിനിധി എത്തി ഇത്തരത്തിൽ ബയോമെട്രിക് മസ്റ്ററിങ് വീട്ടിലെത്തുകയും ചെയ്യുന്നതാണ്. ഈ ഒരു അവസരം ഇത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതായത് സർക്കാരിൻ്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, ഇനി പെൻഷൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ. അപ്പോൾ ഇത്തരം സഹായം ഒരിക്കലും നിരസിക്കാതിരിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഈ പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ ചെയ്തവർ സ്റ്റാറ്റസിലൊക്കെ ഒന്ന് പരിശോധിക്കുക, സേവനയുടെ വെബ്സൈറ്റിലൊക്കെ ഒന്ന് പരിശോധിക്കുക. വിജയകരമായിട്ട് ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ടോ, നമ്മൾ ചെയ്ത തീയതിയാണോ അതിൽ കാണിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നത് നല്ലത് തന്നെയാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധി 2000 ലഭിക്കുന്ന കർഷകർ, അതോടൊപ്പം തന്നെ കൃഷിഭൂമി ഉള്ളവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ 60 വയസ്സ് മുതൽ 3000 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന ഒരു പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പെൻഷൻ പദ്ധതിയാണ്. അസംഘടിത മേഖലയിലെ ആളുകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ശ്രമയോഗി മൻധൻ യോജന പോലുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ്. ഇതൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ അംഗങ്ങളാവാൻ സാധിക്കുന്നത്. കാരണം അംശാദായം അടയ്ക്കേണ്ടതുണ്ട്. 55 രൂപ മുതൽ മാക്സിമം 200 രൂപ വരെയാണ് അംശാദായം അടയ്ക്കേണ്ടത്. നമ്മൾ അടയ്ക്കുന്ന വിഹിതത്തിന് തുല്യമായിട്ടുള്ളൊരു വിഹിതം അത് കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കുകയാണ്. 60 വയസ്സ് മുതൽ ഇത് പെൻഷൻ രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. ഈ പദ്ധതിയെ പറ്റിയുള്ള മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ലഭിക്കും. നമുക്ക് ഈ സ്കീമിനെ പറ്റിയുള്ള എല്ലാ വിശദ വിവരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇന്ന് രാവിലെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പാർപ്പിടം പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഹൗസിംഗ് ലോണൊക്കെ എടുത്തിട്ടാണ് പണിയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തുക വെച്ചൊക്കെ ഒരു പാർപ്പിടം പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഭവന നിർമ്മാണ ബോർഡ് ഏർപ്പെടുത്തുന്ന ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീമുണ്ട്. ബാങ്ക് വായ്പയുമേ പ്രത്യേക സബ്സിഡി പരമാവധി 3 ലക്ഷം രൂപ വരെയാണ് റിലീസ് ചെയ്യുന്നത്. അതും ബാങ്ക് ഓരോ ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ചേർത്താണ് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭവന നിർമ്മാണ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീമിനെ പറ്റിയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിക്കും. ബന്ധപ്പെട്ട രേഖകൾ, സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായിരിക്കണം, ഇടത്തരം വരുമാനക്കാരായിരിക്കണം, 12 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമൊക്കെ ഉള്ളവരായിരിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പ്രധാന രേഖയാണ്. APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെയാണ് അപേക്ഷകൾ പരിഗണിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നും അപേക്ഷകൾ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരം ഇത്തരത്തിൽ വീട് പണിയുന്നവരൊക്കെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് മാസം 20-ാം തീയതി വരെയൊക്കെയാണ് ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ സമയം ദീർഘിപ്പിക്കാൻ സാധ്യതയുണ്ട്, എങ്കിലും അതിൽ ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.